ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. രാമ 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 പാഹി മാം. രാമ 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 ദൈവമേ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവർക്കും എല്ലാ കൃപയും ഈശ്വരൻ്റെ ഉണ്ടാകണം. എല്ലായ്പ്പോഴും ഞാനത് പറയുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും കമൻസ് ചെയ്യണം. എന്തൊക്കെയാ അനുഭവങ്ങൾ. കുറച്ച് മക്കളിനെ വിളിക്കുന്ന എന്താ പറയുക, ധ്യാനിക്കുമ്പം എന്തൊക്കെയോ ചില പറയാൻ അറിയാൻ വയ്യാത്തതുപോലുള്ള കാര്യങ്ങളൊക്കെ ധ്യാനിക്കുമ്പം കാണുന്ന കാഴ്ച. രാധ മകളാണ് വിളിച്ചത്, അങ്ങനെ പറഞ്ഞ്. പിന്നെ ഒന്ന് രണ്ട് മക്കൾ വിളിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ബിജു പറയും എന്താ നല്ല ആനന്ദം അനുഭവിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ പറയുക. ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പം നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളൂടെ പറയണ്ടേ. അതുകൊണ്ടാണ്. എന്നാലും എല്ലാ മക്കളുടെയും കാര്യങ്ങൾ ഞാൻ ഭഗവാനോട് പറഞ്ഞു. എല്ലാവർക്കും കുറേശ്ശെയൊക്കെ വരത്തുള്ളൂ. ആദ്യമൊക്കെ അങ്ങനെയാണ്. പ്രാർത്ഥനയും അത്രമാത്രം ധ്യാനത്തിലും ആ ഒരു ആർത്തിയിലാണിത് ഉണ്ടാകുന്നത്. ആർത്തി വേണം, എന്നാലേ പറ്റത്തുള്ളൂ. നമുക്ക് ഇതൊക്കെ പഠിക്കാൻ മാത്രമുള്ളൊരു അങ്ങനെ നമുക്കൊരു ഈശ്വരനോട് ചേരണം എന്നുള്ളൊരു ലയം ഉണ്ടാകണം എന്നുള്ളൊരു ആർത്തി, ഒരു വെമ്പലൊക്കെ നമുക്ക് വേണം. അതൊരു പ്രാർത്ഥനയിൽ കൂടി ഭക്തി വർദ്ധിക്കണം. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ വേണ്ടുന്നവർക്ക് അതങ്ങനെ ചെയ്യണം. എല്ലാവർക്കും ഇത് ആവശ്യമാണ്. ഇതാണ് ലോകത്ത് ഇപ്പോൾ വേണ്ടുന്നത്. എല്ലാവരും ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ. അതുകൊണ്ട് മറ്റു മുമ്പൊക്കെ ഇതൊന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല. ഇപ്പം കുറേ മക്കൾക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഈശ്വരാരാധനയിൽ കൂടി എല്ലാം നേടാൻ പറ്റുമെന്ന്, ദുഃഖ ദുരിതങ്ങളെല്ലാം മാറാൻ പറ്റൂ എന്നെല്ലാം മനസ്സിലാക്കി വരുന്നുണ്ട് എല്ലാവരും. അത് നന്നാവട്ടെ, എല്ലാവരും നന്നാവണം. അതുകൊണ്ടാണല്ലോ ഇത്രയും നമുക്ക് എല്ലാവരും ഒരുപോലെ അങ്ങനെ ആകാൻ വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും കൃപകളും എല്ലാ ഈശ്വരങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോഭവം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ശൂർപ്പണഖ വിഷമം ചെന്ന് ഖരനോട് പറഞ്ഞ് അവിടെ വീണങ്ങ് കരഞ്ഞപ്പോൾ അലറിയപ്പോൾ 14 പേരെ വിട്ടു. 14 പേരെയും ഭഗവാൻ വധിച്ചു. അത് കഴിഞ്ഞ് വന്ന് വീണ്ടും ഖരനടുക്ക് വന്ന് വീണപ്പോൾ പറഞ്ഞ് ഞാൻ നിന്നോടൊപ്പം 14 രാക്ഷസന്മാരെ വിട്ടിട്ട് അവരെന്ത് എങ്ങോട്ട് പോയി. അപ്പോൾ പറഞ്ഞു ഇനി തിരിച്ചു വരാവുന്ന അവർ തെക്കോട്ട് പോയി എന്ന് പറയും. കാരണം അവരെ കൊന്നപ്പം. അങ്ങനെ എന്നാൽ 14,000 പേര് പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 14,000 പേര് പോകുന്നതിനെ പറ്റി നമുക്ക് ഇനി അങ്ങോട്ട് വായിക്കാം. എങ്ങു പോയി കളഞ്ഞിതു നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊൽക നീ. അങ്ങു ചെന്നേറ്റ നേരം, യുദ്ധത്തിന് ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ. ഇനി തിരിച്ചു വരാതെ വണ്ണം അവർ തെക്കോട്ടേക്ക് പോയി. രാമൻ്റെ സായകം, അതായത് അമ്പേറ്റ് അവർ മരിച്ചുപോയി. ഇനി തിരിച്ചു വരത്തില്ല. എന്ന് ശൂർപ്പണഖയും ചൊല്ലിനാൾ. അത് കേട്ട് വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാൻ അതു നേരം. ദേഷിച്ചിട്ട് വീണ്ടും പറയുന്നു ഖരൻ, പോരിക നിശാചരർ 14,000 പോരിന് ദൂഷണനു അനുജൻ ത്രിശിരസും. 3 തലയുള്ളവനാണ് ത്രിശിരസ്. 3 ശിരസ് തല. അത് ഖരൻ്റെ അനുജനാണ്. പിന്നെ ദൂഷൺ എന്ന് പറഞ്ഞത് ഈ സേന നയിക്കുന്ന അധിപനാണ്, സേനാധിപൻ. അങ്ങനെ 14,000 പേരും ഈ ദൂഷണനും അനുജനായ ത്രിശിരസും എല്ലാവരും കൂടെ പോകട്ടെ യുദ്ധത്തിന്. ഘോരനാഘരനേവം ചൊന്നത് കേട്ട നേരം ശൂരനാ ത്രിശിരസും പടയും പുറപ്പെട്ടു. വീരനാദൂഷണനും ഖരനും നടകൊണ്ട് ധീരതയോടെ യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം. അപ്പോൾ ഭഗവാൻ ഈ രൂക്ഷമായ ഘോരമായ കോലാഹലം കേൾക്കും. ഇത്രയും 14,000 പേരും ഈ ഖരനും ത്രിശിരസും ദൂഷണം എല്ലാം കൂടെ ഘോരമായ ഇപ്പം എല്ലാത്തിനും തട്ടിക്കൊല്ലുന്നുള്ള രീതിയിൽ ആകെ ഭഗവാൻ ഒരുത്തനേ ഉള്ളൂ. ഇവരെല്ലാവരും കൂടെ അത്രമാത്രം ആർപ്പുള്ളിയോടെ 14 പേരും മരിച്ചപ്പം ഖരന് വാശിയായി. എന്നാൽ 14,000 പേരങ്ങ് പോകട്ടെ.
വരട്ടെ എന്ന്. അങ്ങനെ അതിൻ്റെ ആ ഒരു ധ്വനി, അവരുടെ ഘോരമായ കോലാഹലം കേൾക്കായപ്പം ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ചൊന്നാൻ, ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിത്, നമ്മോട് യുദ്ധത്തിന് വരുന്നു രക്ഷോബലം. എന്താ ഇത്രയും വലിയ ബഹളം, ലക്ഷ്മണ നമ്മളോട് യുദ്ധത്തിന് വരുവാണല്ലോ എന്ന് പറഞ്ഞു. ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാം ഇപ്പോൾ, ധീരതയോടും അത്ര നീ ഒരു കാര്യം വേണം, നീ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. എന്താ ഇത്രയും വലിയൊരു കോലാഹലം കേട്ടപ്പോൾ ഭഗവാൻ മനസ്സിലായത് ഘോരമായ യുദ്ധമാണ് വരാൻ പോകുന്നത്. അവിടെ ധീരതയോട് നീ എനിക്കൊരു കാര്യം, അത്ര നീ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. എന്താ? മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. നീ ഒരു കാര്യം ചെയ്യണം, ഗുഹയിൽ സീതയെ, മൈഥിലി എന്ന് വെച്ചാൽ സീതയെ നീ ഒരു ഗുഹയിലാക്കണം. അവിടെ വനത്തിലൊക്കെ ഗുഹകളുണ്ട്. ആ ഗുഹയിലാക്കിയിട്ട് ഭീതി കൂടാതെ, നീ ഒന്നുകൊണ്ടും ഭയക്കണ്ട, സീതയെ നീ പരിപാലിച്ചാൽ മതി, രക്ഷിച്ചാൽ മതി. ഗുഹയിലാക്കിയിട്ട് അവിടെ കാവലായിട്ട് നിന്ന് രക്ഷിക്കണം. അതാണ് ഭഗവാൻ മാത്രം മതി ഇവിടെ. അതാണ് ആ ഒരു കാര്യം നീ ചെയ്താൽ മതി എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. ഞാൻ ഒരുത്തനെ പോരൂ ഇവരെയൊക്കെ കൊല്ലുവാൻ, മാനസേ നിനക്ക് സന്ദേഹമുണ്ടായിടല, നിനക്കൊരു വിഷമവും വേണ്ട, ഞാൻ ഒരുത്തൻ മതി ഇവരോട് പോരാടാൻ, ഞാൻ ഒരുത്തനെ പോരൂ എന്നുവെച്ചാൽ മതി, ഞാൻ ഒരുത്തൻ മതി ഇവരെയൊക്കെ കൊല്ലുവാൻ. മാനസേ നിനക്ക് മനസ്സിൽ യാതൊരു വിഷമവും സന്ദേഹമൊന്നും വേണ്ട. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ എന്നാണയും ഇട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളണം നീ. ആണയിട്ട് പറഞ്ഞ് നീ വേറൊന്നും ചിന്തിക്കണ്ട, നീ കറ്റവാർ കുഴലി സീതയെ രക്ഷിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെ എന്ന് ഞാൻ. അപ്പോൾ ലക്ഷ്മണൻ ഭഗവാനോട് പറഞ്ഞു, ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെ എന്ന് ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരകമ്പുക്കാൻ. ഭഗവാനെ തൊഴുതിട്ട് അങ്ങനെ തന്നെ എന്ന് ജ്യേഷ്ഠനോട് തൊഴുതു പറഞ്ഞിട്ട് സീതയും കൊണ്ട് പോയി ഗഹ്വരച്ച ഗുഹയ്ക്കകത്തേക്ക് കടന്നു. ശാപബാണങ്ങളെയും എടുത്ത് പരികരം ആഭോഗാനന്ദ ഉറപ്പിച്ചു സന്നദ്ധനായി. അപ്പോൾ അരയും തലയൊക്കെ മുറുക്കി ഭഗവാൻ അങ്ങോട്ട് സന്നദ്ധനായി അങ്ങനെ നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചാൻ. നക്തഞ്ചരർ രാക്ഷസന്മാരെല്ലാവരും വന്നിട്ട് ശസ്ത്രങ്ങൾ, അമ്പുകൾ അങ്ങോട്ട് പ്രയോഗം തുടങ്ങി. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ട് ഏറ്റം പ്രക്ഷേപിച്ചതു വേഗാൽ പുഷ്കര നേത്രൻ മെയ്യിൽ. ഭഗവാൻ പുഷ്കര നേത്രനായിരിക്കുന്ന ഈ ശ്രീരാമ ഭഗവാന്റെ മെയ്യിൽ, ശരീരത്തിൽ എന്തൊക്കെയാ വൃക്ഷങ്ങൾ, തടികളും, വൃക്ഷത്തിൻ്റെ തടികളൊക്കെ വലിയ വലിയ തടികളും കൊണ്ടൊക്കെ അവർക്ക് അത്രമാത്രം ഊക്കായിട്ടുള്ള ആരോഗ്യമുള്ളവരാണ്, ഒരു കുഴപ്പമില്ലവരല്ല. അവർ പാഷാണം, വലിയ പാറയും വൃക്ഷങ്ങൾ എന്നിവ കൊണ്ട് പ്രക്ഷേപിച്ച് എറിഞ്ഞ് ഭഗവാന്റെ ദേഹത്ത് മെയ്യിൽ, പുഷ്കരനേത്രനായിരിക്കുന്ന ഭഗവാന്റെ ശരീരത്തിന്മേൽ എറിഞ്ഞു. തൽക്ഷണം അവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ. എറിഞ്ഞതെല്ലാം ഭഗവാൻ എന്ത് ചെയ്ത് അമ്പുകൊണ്ട് ഖണ്ഡിച്ചു കളഞ്ഞിട്ട് രക്ഷോവീരന്മാരെയും സായകാവലി തൂകി. ആ വലിയ വലിയ രാക്ഷസന്മാരൊക്കെ എന്ത് ചെയ്തു ഭഗവാൻ അമ്പുകൊണ്ട് അങ്ങ് തൂകി, വർഷം പോലെ അങ്ങോട്ട് ശരം എഴുതു കൊടുത്തു. അങ്ങനെയിട്ട് സായകാവലി തൂകി നിഗ്രഹിച്ചതു. ഒരുപാട് അമ്പുകളിങ്ങനെ തൂകി വർഷം പോലെ, മഴ പോലെ അങ്ങ് തൂകിച്ചിട്ട് നിഗ്രഹിച്ചത്, കൊന്നു. നിശിതോ ഉഗ്രബാണങ്ങളാൽ തന്നാൽ അഗ്രേ വന്നടുത്ത് രാക്ഷസപടയെല്ലാം. അതായത് മൂർച്ചയേറിയ അമ്പുകൊണ്ട്, ഭഗവാന്റെ മൂർച്ചയേറിയ അമ്പുകൊണ്ട് ഈ ഭഗവാൻ അടുത്തേക്ക് വന്ന രാക്ഷസന്മാരെല്ലാം ഭഗവാൻ വധിച്ചു. കുറേ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, അതെല്ലാം വധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉഗ്രനാം സേനാപതി ദൂഷൺ അത് നേരം ഉഗ്രസന്നിഭനായ രാമനോട് അടുത്തിതു. ഉഗ്രസന്നിഭനായ രാമൻ വെച്ചാൽ ഭഗവാൻ പരമാത്മാവായ ശ്രീ മഹാദേവനാണ് ഭഗവാന്റെ അവതാരം, പരമേശ്വരൻ്റെ അവതാരമാണ് ഭഗവാൻ ഇവിടെ ഈ ശ്രീരാമ ഭഗവാനായിട്ട് വന്നേക്കുന്നത്. അത് ഇതിൽ തന്നെ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇവിടെ രാക്ഷസന്മാരെല്ലാം മരിച്ചപ്പോൾ ദിവ്യ ശരീരമായി വന്നവർക്ക് ഒരു മോക്ഷം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ അന്ന് ശ്രീരാമ ഭഗവാനായിട്ട് വരുന്നത് ഈ ഭഗവാൻ പരമേശ്വരനാണെന്ന് ഇവിടെ പറയും. അത് നമുക്ക് ഇന്ന് വായിക്കാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ അടുത്ത ദിവസത്തെ വായിക്കുകയാണ്. സമയം പോകുന്നുണ്ട്, പെട്ടെന്ന് വയ്ക്കും ഞാൻ, കാരണം സമയം പോകും. ഇത്ര കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഉഗ്രനായിരിക്കുന്ന സേനാപതി ആ ദൂഷണൻ എന്ത് ചെയ്തു? ഉഗ്രസന്നിഭനായ രാമനോട് അടുത്ത് വന്ന് ഈ സേനാധിപതി ദൂഷണൻ, രാക്ഷസനായ ദൂഷണൻ, അങ്ങനെ അവൻ വന്ന് ശിവന് തുല്യമായാണ് ഉഗ്രസന്നിഭൻ എന്ന് വെച്ചാൽ പരമശിവന് തുല്യനാണ് ഇവിടെ ശ്രീരാമൻ. ആ ഭഗവാനോട് അടുത്ത് ഈ ആര് വന്നു? ദൂഷണനായിരിക്കുന്ന രാക്ഷസൻ വന്നു ഭഗവാനേക്ക് അടുത്ത് വന്ന് യുദ്ധത്തിന്.
തൂകിനാൻ ബാണഗണം അവറ്റെ രഘുവരൻ വേഗന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി. അവൻ്റെ ശരങ്ങൾ മൊത്തം ഭഗവാൻ എന്ത് ചെയ്ത് ഗണം കൂട്ടം ഒരുപാട് ബാണങ്ങൾ ഭഗവാന്റെ നേർക്ക് വന്നപ്പോൾ ഭഗവാൻ അതിനെല്ലാം വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി എല്ലാവരും നശിപ്പിച്ചു കളഞ്ഞു. 4 ബാണങ്ങൾ എയ്തു തുരങ്കം 4നെയും കാലവേശ്മനി ചേർത്തു. സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോവേന തേരിൽ നിന്ന് ഭൂമിയിൽ ചാടി വീണാൽ. അതായത് 4 ബാണങ്ങൾ ഇത് തുരങ്കം കുതിരയും കുതിര 4നെയും അതിൽ ഇരുന്ന സാരഥിയെയും കൂടെ ചാപം കൊണ്ട് മുറിച്ച് കേതുവും കളഞ്ഞപ്പോൾ ആ രഥത്തിൻ്റെ കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൊടിയാണോ എന്തോ എനിക്ക് അറിയത്തില്ല. ആ കേതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഥത്തിൻ്റെ എന്തോ ഒരു പ്രധാനമാണ്. അതും എല്ലാം കളഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നു ഈ ദൂഷണന്. അപ്പോൾ അവന് കോപന തേരിൽ നിന്നങ്ങ് ഇറങ്ങി ചാടി ഇവൻ. എന്നിട്ട് പിൽപ്പാട് ശതഭാരായസ നിർമ്മിതമായ കൽപ്പഴും പരിഹവും ധരിച്ചു വന്നാനവൻ. അപ്പോഴെന്ത് വന്നു? ഇവൻ ചാടി വന്നിട്ട് ശതഭാര 2000 തുലാം തൂക്കമുള്ള കിലോ എന്നല്ല തുലാം 2000 തുലാം തൂക്കമുള്ള ഇരുമ്പുകളുണ്ടാക്കിയ പരിഘം, അത് ഇരുമ്പുലക്ക, അതും ധരിച്ചുകൊണ്ടാണ് അവൻ ചാടി വീണത് ഈ രഥത്തിൽ നിന്ന്. തൽ ബാഹു തന്നെ ഛേദിച്ചിടനാൻ ദാശരഥി. അവൻ ചാടിപ്പോൾ എന്ത് വന്നു? അവൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്ന ഈ 2000 തുലാം തൂക്കമുള്ള ഈ പരിഘ, ഈ ഇരുമ്പുലക്ക, അത് കൈ അങ്ങ് ഛേദിച്ചപ്പോൾ അതങ്ങ് തറയി വീഴത്തില്ലയോ? ഭഗവാൻ അമ്പുകൊണ്ട് അവൻ്റെ കൈ അങ്ങ് അമ്പുകൊണ്ട് ഛേദിച്ചും കളഞ്ഞു. അപ്പോഴെന്ത് വന്നു? തൽ ബാഹു തന്നെ ഛേദിച്ചിടാൻ ദാശരഥി ശ്രീരാമൻ. അപ്പോഴ് തൽ പരിഹത്താൽ പ്രഹരിച്ചതു സീതാപതി. അപ്പോൾ അവൻ്റെ തന്നെ ഈ പരിഹം, ഈ ഉലക്കെടുത്ത് ഭഗവാൻ അവനെ തന്നെ പ്രഹരിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് അന്നേരം ആ പരിഹം തറയിൽ വീഴുമല്ലോ, അവനെ കൈ ഛേദിച്ചപ്പോൾ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവൻ്റെ ശരീരം മൊത്തവും പിന്നെ ആ ഉലക്ക കൊണ്ട് തന്നെ ഭഗവാൻ അവനെ ശരിയാക്കി പ്രഹരിച്ചു. അതുകൊണ്ട് അങ്ങ് അടിച്ചു. മസ്തകം പിളർന്നുടൻ ഗുരുവിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചതു ദൂഷണൻ എന്ത് ചെയ്തു? മസ്തകമൊക്കെ പിളർന്ന് ആ അടി കൊണ്ടവൻ നിൽക്കുമോ? തലയൊക്കെ പിളർന്നവൻ ഭൂമിയിലേക്ക് അങ്ങ് വീണ് സമവർത്തി പത്തനം പ്രവേശിച്ചത് ദൂഷണൻ വീണ നേരം വീരനാം ത്രിശിരസം. അവക്കുള്ള ശൂർപ്പണഖയുടെ ഒരു സഹോദരനാണ് 3 തലയുള്ള 3 ശിരസ് തല, 3 ശിരസുള്ളവനാണ് ഒരുത്തൻ. ത്രിശിരസ് എന്ന അവൻ്റെ പേര്. ഒന്ന് ഖരൻ, ഒന്ന് രാവണൻ. ഇവിടെ രാവണനല്ല വന്നേക്കുന്നത്, ഖരനും ഈ ത്രിശിരസൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ദൂഷണൻ വീണപ്പോൾ ഈ മസ്തകമൊക്കെ പിളർന്നങ്ങ് വീണ് അവൻ്റെ കയ്യിലിരുന്ന് ഇരുമ്പുല കൊണ്ട് തന്നെ ഭഗവാൻ അടിച്ച് അവനെ ശരിയാക്കി തലയൊക്കെ, മസ്തകം വെച്ച തല എല്ലാം പിളർന്ന് അവിടെ വീണപ്പോൾ ഈ ത്രിശിരസ് അങ്ങോട്ട് എഴുന്നേറ്റി. രോഷേണ 3 ശരം കൊണ്ട് രാമനെ എയ്താൻ ഈ ത്രിശിരസ് 3 എയ്തുടൻ മുറിച്ചിടാൻ ത്രിശിരസം. അപ്പം രോഷണ 3 ശരം കൊണ്ട് രാമനെ എയ്തപ്പോൾ ആ 3 ശരവും ഭഗവാൻ അങ്ങ് ഖണ്ഡിച്ചു. എന്നിട്ട് ഭഗവാൻ തിരിച്ച് അങ്ങോട്ട് 3 എയ്തുടൻ മുറിച്ച ഭഗവാൻ അങ്ങോട്ട് ചെയ്തത് ആ ത്രിശിരസം മുറിച്ചു. 100 ബാണങ്ങൾ എഴുതാൻ അന്നേരം ദാശരഥി ഭഗവാൻ എന്ത് 100 എണ്ണം അങ്ങോട്ട്, നമുക്ക് അതങ്ങനെ വായിച്ചു പോകാൻ പറയുമ്പോൾ തൊണ്ട കുരുടുന്നു ഞരമ്പ്. 100 ബാണങ്ങൾ എഴുതാൻ അന്നേരം ദാശരഥി, ശ്രീരാമനെ അങ്ങനെ പറയുന്നു, ദാശരഥി 100 ഖണ്ഡിച്ചു. പുനർ1000 ബാണം എഴുതാൻ തിരിച്ചിങ്ങോട്ട് 1000 ചെയ്തു. അവയും മുറിച്ച് ആയുധം ബാണമെയ്താൻ അവനീപതി വീരൻ അവനെയും മുറുക്കിനാൻ. അപ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് ആയുധം ബാണം ചെയ്തപ്പോൾ ഭഗവാൻ അവനീപതി, അത് ഭൂമിയുടെ രാജാവായ ഈ ശ്രീരാമൻ അതെല്ലാം നുറുക്കി ഖണ്ഡിച്ചങ്ങ് കളഞ്ഞു. അർത്ഥചന്ദ്രാകാരമായിരിപ്പോരു അമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. ഭഗവാൻ അർത്ഥചന്ദ്രാകാരം വെച്ചാൽ ചന്ദ്രക്കല, റൗണ്ട് ചന്ദ്രനല്ലാത്ത പകുതി, അർത്ഥം പകുതി ചന്ദ്ര, അത് ചന്ദ്രക്കല എന്ന് പറയും, കുറച്ചേ ഉള്ളൂ. ആ ചന്ദ്രക്കല അതാണ് അർത്ഥചന്ദ്രാകാരമായിരിപ്പോരു അമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ. ഈ 3 ശിരസിന് അംഗങ്ങൾ എന്ന് പറയുന്നത്, ഒരു ശിരസല്ല, ത്രിശിരസിനെ 3 തലയും ഭഗവാൻ മുറിച്ചു. ഉത്തമാംഗങ്ങൾ 3 മുറിച്ച് പന്താടുന്നു ഭഗവാൻ. അന്നേരം ഖരൻ ആദിത്യാഭ തേടിയിടും രഥം തന്നിലാമാറ് കരയേറി ഞാണൊലിയിട്ടു. അപ്പോൾ ഖരൻ എന്ത് ചെയ്തു? ആഭ ശോഭ, ആദിത്യൻ സൂര്യനെ കണക്ക് ശോഭിക്കുന്ന ഒരു രഥത്തിൽ കയറി ആരായി? ഖരൻ അതിൽ കയറിയിട്ട് ഞാണൊലിയിട്ട്, അതൊരു സൗണ്ട് കേൾപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. ഞാണൊലി അർത്ഥമൊന്നും പറഞ്ഞിട്ടില്ല. ഞാണൊലിയിട്ട് വന്ന് രാഘവനോട് ബാണങ്ങൾ തൂകിനാൻ ഒന്നിനൊന്ന് ഇത് മുറിച്ചിടിനാൻ അവയെല്ലാം. ആ ശോഭയേറിയ
രഥത്തിൽ ഖരൻ വന്നു ബാണങ്ങൾ എയ്തപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാം മുറിച്ച് കളഞ്ഞു. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. ഇരു കൂട്ടരുടെയും ബാണങ്ങൾ കൊണ്ട് തുരുതുരാന്ന് വന്നപ്പോൾ, മഴ തൂകുന്നത് പോലെ വന്നപ്പോൾ, ഭൂമിയും ആകാശവും എവിടാന്നൊന്നും അറിയാൻ പറ്റത് ഒരേ രീതി. ആകാശം എന്താണെന്ന് വെച്ചാലും ഭൂമി എന്താ വെച്ചാൽ ഒന്നും തെളിവില്ല. അവിടെല്ലാം ഇതുകൊണ്ടങ്ങ് മറയുക. എന്തു പറഞ്ഞ അമ്പ് ശരം കൊണ്ടങ്ങ് കാണരുതാതെയായി. ആകാശം എന്ത് ചെയ്യുന്നു കാണുന്നില്ല, ഭൂമിയോടൊന്നും അറിയാൻ പറ്റും, നിരന്ന് ഇതിങ്ങനെ കിടക്കുക. നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശു ഖരൻ. അപ്പോൾ ഭഗവാന്റെ നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചു കളഞ്ഞു ഈ ദുഷ്ടനായ ഖരൻ. അത്ര ശക്തിമാനാ ഖരൻ, അവർക്കുള്ള ആങ്ങള. അപ്പോൾ ദേശേ ബാണമെയ്താശു, ഭഗവാന്റെ അമ്പുകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു ഈ ഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാൻ. അതുനേരം ഭഗവാന്റെ ചട്ട, അതായത് ഇത് അമ്പ ചെയ്താൽ ഏക്കാരിക്കും ഈ പടച്ചട്ട പോലെ എന്തോ ഒരെണ്ണം ഇടും, അതാണ് ചട്ട. ആ ചട്ടയൊക്കെ നുറുങ്ങി ഭഗവാന്റെ അമ്പൊക്കെ അവൻ മുറിച്ച് കളഞ്ഞു. അപ്പോൾ ദേഹവും ശരങ്ങൾ കൊണ്ട്, ഭഗവാന്റെ ചട്ട മുറിഞ്ഞപ്പോൾ ദേഹത്ത് അമ്പ് കൊള്ളത്തില്ലേ? അപ്പോൾ ദേഹമൊക്കെ ശരങ്ങൾ കൊണ്ട് ഒട്ടൊഴിയാതെ പിളർന്ന് ഭഗവാന്റെ ദേഹം ഒന്ന് ഒറ്റയ്ക്കല്ലേ ഉള്ളു കണ്ണാ. അങ്ങനെ ഭഗവാന്റെ ശ്രീരാമഭഗവാന്റെ ശരീരത്ത് ചട്ട കീറുമ്പോൾ അതിനകത്തൂടെ അമ്പ് കൊണ്ട് ശരീരം മൊത്തം കീറത്തില്ലേ? അങ്ങനെ പിളർന്നിടിനാൻ. അത് അങ്ങനെ പിളർന്നു, ഭഗവാന്റെ ദേഹം മൊത്തവും മുറിഞ്ഞു. ചട്ടയും മുറിഞ്ഞിട്ട് അകത്തോട്ട് കയറി ശരീരവും പോകുന്നു. അപ്പോഴ് താപസ ദേവാദികളായ സാധുക്കള് താപമോടയ്യോ കഷ്ടമെന്ന് ഉര ചെയ്താർ. ആ താപസന്മാർ അവിടെയൊക്കെ ഒരുപാട് മഹർഷിമാരുണ്ട്, അവരൊക്കെ ഇത് കാണുന്നുണ്ട്. ദേവന്മാരും ആകാശത്ത് നിന്നെല്ലാം കാണുന്നുണ്ട്. താപസ ദേവാദികളായുള്ള സാധുക്കളാകുന്ന ഭക്തന്മാരെല്ലാം, താപസന്മാർ സാധുക്കളാണല്ലോ, ഭക്തന്മാരാണല്ലോ, അവരെല്ലാം എന്തെന്ന് താപമോട് ഭഗവാനെ, ദുഃഖത്തോട് താപമോട് അയ്യോ ഭഗവാനെ. നമ്മളിപ്പോൾ ചിന്തിക്കുന്നില്ലേ, അതുപോലെ അത് നടന്ന സംഭവം അപ്പോഴാണ്. നമ്മളിപ്പം എത്രയോ കാലങ്ങൾ, ആ ത്രേതായുഗം കഴിഞ്ഞിട്ടിപ്പം ദ്വാപരം കഴിഞ്ഞ് കലിയുഗമായി. അപ്പം അന്ന് നടന്ന സംഭവം നമ്മൾ എപ്പോഴും വായിച്ചാൽ അതൊരു പുതുമയാണ്, നമുക്കത് ചിന്തയുണ്ടെങ്കിൽ നമുക്ക് സങ്കടം തോന്നും. അവിടെ താപമോടയ്യോ കഷ്ടമെന്ന് ഉര ചെയ്താർ. ജയ്പൂതാക രാമൻ ജയ്പൂതാക എന്ന്. അങ്ങനെ അവരെല്ലാവരും ഈ മഹർഷിമാരും ദേവന്മാരും എല്ലാം എന്ത് ചെയ്യുന്നു? രാമൻ ജയിക്കട്ടെ, ജയ്പൂതാക രാമൻ ജയ്പൂതാക എന്ന് ഭയത്തോട് അമരരും താപസന്മാരും ചൊന്നാർ. അവരിങ്ങനെ ഘോഷം ഭഗവാൻ ജയിക്കട്ടെ എന്ന്. അതിൽ ശക്തിയുണ്ട് ആ മഹർഷിമാരുടെയും ദേവന്മാരുടെയും ആ ഭക്തിയോടും ഭയത്തോടുള്ള ആ വിഷമത്തിനോടുള്ള ആ വേദനയോടുകൂടിയ ആ പ്രാർത്ഥന. ഭഗവാൻ ജയിക്കട്ടെ എന്നിങ്ങനെ ഭയത്തോട് അമരര്, ദേവന്മാരാണ് അമരര്, ദേവന്മാരും താപസന്മാരും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴോ തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നിലെത്രയും ചിത്രം മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം. അങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഭഗവാൻ ശ്രീരാമൻ ജയിക്കട്ടെ, രാമൻ ജയ്പൂതാക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തൽക്കാലേ അപ്പോഴെന്താ സംഭവിച്ചത്? കുംഭോത്ഭവൻ, അഗസ്ത്യ മഹാമുനിയാണ് കുംഭോത്ഭവൻ. അഗസ്ത്യ മഹാമുനിയുടെ കയ്യിൽ നിന്ന് അവിടെ അഗസ്ത്യാശ്രമത്തിൽ കയറിയ സമയത്ത് എല്ലാം അഗസ്ത്യ മഹാമുനെ കാണണമെല്ലാം പറഞ്ഞ് ചെന്നു. ഭഗവാൻ എല്ലാവരെയും അഗസ്ത്യമുനിയെ വന്ദിച്ചു. പോരാൻ നേരത്തെ അഗസ്ത്യമുനിയുടെ ചക്രം എന്ന് വെച്ചാൽ ഇന്ദ്രൻ്റെ വൈഷ്ണവ ശാപം അഗസ്ത്യ മഹാമുനിയുടെ കയ്യിൽ കൊടുത്തിരുന്നത് പണ്ടേ മുന്നേ, അത് ഭഗവാന് കൊടുത്തു അന്ന്. അത് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ കയ്യിൽ പ്രത്യക്ഷമായതുപോലെ എന്തുവന്ന് തൽക്കാലേ കുംഭോത്ഭവൻ തൻ്റെ കയ്യിൽ മുമ്പ് ആര് കൊടുത്തു? ശക്രനാൽ. ഇന്ദ്രൻ പണ്ടെങ്ങോ ഈ അഗസ്ത്യ മഹാമുനിക്ക് ഈ ശരം കൊടുത്തിരുന്നു. അത് ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ആ ശരാസനം തൃക്കയിൽ, ഭഗവാന്റെ തൃക്കയിൽ കാണായി വന്നത് എത്രയും ചിത്രം. പക്ഷെ ഇത് അവിടെ വെച്ച് ഭഗവാന് കൊടുത്തായിരുന്നു. അത് അപ്പോഴൊന്നേ ഭഗവാൻ കയ്യിൽ കരുതി കാണും, അല്ലെങ്കിൽ ഇവരൊക്കെ യുദ്ധത്തിൽ വന്നപ്പോൾ ഭഗവാൻ കരുതി കാണും. അതിനുമുമ്പ് ഇവരെ കാണാൻ പറ്റത്തില്ല. ഈ ഭഗവാന്റെ കയ്യിൽ എന്താ ഉണ്ടെന്ന് കാണാൻ പറ്റും. കാരണം അവിടെ മൊത്തവും ഈ മഴ പോലെ ഇങ്ങനെ തൂകുമല്ലേ ഈ ശരങ്ങൾ. അപ്പോൾ അവിടെ എല്ലാം എന്താ ഭൂമിയും ആകാശമൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ. അപ്പോൾ ഭഗവാൻ അവിടെ നിൽക്കുന്നവരും ആർക്കും കാണാൻ പറ്റുന്നില്ല. അപ്പം ഈ ചട്ട മുറിഞ്ഞതും ഇങ്ങനെയൊക്കെ എങ്ങനെയോ ഒന്ന് കാണുന്നതാണ് ഇടയ്ക്കൂടെ. അപ്പോഴെന്ത് വന്നു? ഭഗവാന്റെ ഈ ശരാസനം, ഈ വൈഷ്ണവശാപം കയ്യിൽ വന്നപ്പോൾ ചിത്രം അത്ഭുതമായി. അപ്പോൾ മുഖ്യ വൈഷ്ണവശാപമാണ്. മുഖ്യശാപം അത്ര പ്രധാനമാണ്, മുഖ്യമാണ്.
നമുക്ക് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ലേ, മന്ത്രിമാരിൽ മുഖ്യൻ എന്ന് പറയുന്നത് പോലെ വൈഷ്ണവ ശാപത്തെ അത് മുഖ്യമായ ശാപമാണ്. വൈഷ്ണവ ശാപം കൈക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നേരം ദിക്കുകളൊക്കെ എന്തു വന്നു, നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുകൾ കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഭഗവാൻ അപ്പോൾ നല്ല ഇരുളോടെ നിൽക്കുന്ന സ്ഥലത്ത് വൈഷ്ണവ ശാപം തൃക്കേ വന്നപ്പോൾ അവിടെ പ്രകാശിച്ചു, ദിവ്യ ജ്യോതിസ് വന്നു. ആ പ്രകാശം കൊണ്ട് ഭഗവാൻ അവിടെ നിൽപ്പുണ്ടെന്ന് കാണുന്നില്ല, അവർ വൃത്തിയാമണം കണ്ടു. ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുകൾ കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ അത്രമാത്രം ശോഭയോട് ജ്വലിക്കുന്നതാണ് ഈ തേജസ്സേറിയ ഈ വൈഷ്ണവ ചാപം. അപ്പോൾ ഭഗവാനെ അവിടെ നന്നായി അവരെല്ലാം കണ്ടു. അപ്പോൾ ഭഗവാൻ രാമചന്ദ്രനെ അപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ശാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങൾ അരക്ഷണാൽ. ഇവൻ്റെ ഖരന് മഹാപ്രധാനിയല്ലയോ ഈ ഖരൻ, അവൻ്റെ കുണ്ടലങ്ങളും കാതിക്കിടക്കുന്ന കുണ്ടലവും പിന്നെയോ ഹാരം മാല കിരീടങ്ങളെല്ലാം എന്ത് ചെയ്തു, അരക്ഷണം കൊണ്ട് ഭഗവാൻ ഇതെല്ലാം നശിപ്പിച്ചു. അവൻ്റെ ചട്ടയും എല്ലാം കീറി, ചാപവും കളഞ്ഞ് കവചവും കളഞ്ഞ് കുണ്ടലം ഹാരം മാലയും കമ്മലും കിരീടങ്ങളൊക്കെ അരക്ഷണം കൊണ്ട് ഭഗവാൻ മുറിച്ചു കളഞ്ഞു. സൂതനെ കൊന്ന് തുരകങ്ങളും തേരും പൊടിച്ച് ആദിനായകൻ അടുത്തിടുന്ന നേരത്തിങ്കൽ. അങ്ങനെ ഇവനെ കൊന്ന് തുരകങ്ങളും തേരുമെല്ലാം പൊടിച്ച് ആദിനായകൻ, ഈശ്വരൻ പരമാത്മാവ്, ആദിനായകൻ, ആദിപുരുഷൻ, ആദിയോഗി. ആദിയോഗി ആരാ? അതും പരമേശ്വരൻ ആരാ? പരമാത്മാവല്ലേ? ആദ്യം എല്ലാവർക്കും ഇന്നൊരു സംശയമുണ്ട്. ചിലർ പറയുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. കാരണം ഇത് അറിയാത്തവർ ചിന്തിക്കുന്ന ആദിനായകനാ, ആദിയോഗി ആരാ? അത് പരമേശ്വരനാ. ആദിനായകനാരാ? അത് മഹാവിഷ്ണു. ഇതെല്ലാം ഏകമല്ലേ? ആദിനായകനും പരമാത്മാവായ ഭഗവാൻ പരമേശ്വരനാണെന്ന് പറയാം, നാരായണൻ എന്ന് പറയാം. ആദിയോഗിയും ശ്രീ നാരായണൻ എന്നും പറയാം, ശ്രീ പരമേശ്വരൻ എന്നും പറയാം. ഇതെല്ലാം ഏകമാണ്, ഇവിടെ രണ്ടില്ല. അതുകൊണ്ട് ഇവിടെ ആദിയോഗി അത് തന്നെ ഒന്ന ആദിനാരായണനും ആദിപുരുഷനും എല്ലാം പറയുന്നതെല്ലാം ഏകമായ ആ പരബ്രഹ്മത്തെ തന്നെയാ നാരായണനോ അല്ലെങ്കിൽ പരമേശ്വരനോ ഇതൊക്കെ പറയുന്നതെല്ലാം ഏകമാണ്. ഇന്ന് അറിവില്ലാത്തവർ വിചാരിക്കും ഇതെല്ലാം രണ്ടാ. അവിടെ ഇതൊന്നുമില്ല, രണ്ടില്ലാത്ത അവസ്ഥയാ. എല്ലാം ഏകമേ ഉള്ളു, ഓരോ ഭാവങ്ങൾ എടുത്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാം ആദിയോഗി തന്നെയാണ്, ആദിനായകൻ തന്നെയാണ്. അതുകൊണ്ട് ആദിനായകൻ അടുത്തിടുന്ന നേരത്തെങ്കിൽ, അങ്ങനെ ഭഗവാൻ എന്ത് ഇവനെ കൊന്നിട്ട് തേരും പൊടിച്ചിട്ട് ഭഗവാൻ ആദിനായകൻ അടുത്തിടുന്ന നേരത്തെങ്കിൽ ആരും മറ്റൊരു തേരിൽ കരയേറിന ആശു ഖരൻ. അപ്പോൾ ഖരൻ എന്ത് ചെയ്ത് ഈ ഇവൻ്റെ കുതിരയും രഥവും എല്ലാം പൊടിച്ച് കളഞ്ഞപ്പോൾ ഇവൻ വേറൊരു തേരിൽ കയറി. മറ്റൊരു തേരിൽ കരേറിനാൻ ആശു ഖരൻ തെറ്റെന്ന് പൊടിച്ചതു രാഘവൻ, അതും നശിപ്പിച്ചു കളഞ്ഞു. പിന്നെയും ഗതയുമായി അടുത്താനാശു ഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ അതും രാമൻ. അങ്ങനെ അമ്പുകൾ കൊണ്ട് വീണ്ടും അവൻ ഗതയും കൊണ്ട് വന്നപ്പോൾ അതും ഭഗവാൻ അമ്പ് ചെയ്ത് അതും തകർത്തു. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിൽ ഏറി വന്ന് അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ വീണ്ടും പ്രയോഗം തുടങ്ങി. ഘോരമാ ആഗ്നേയാസ്ത്രം എയ്ത് അത് രാഘവൻ, അതായത് ആഗ്നേയാസ്ത്രം എയ്തു ഈ ഖരൻ. അപ്പോൾ അത് രഘുവരൻ വരുണാസ്ത്രേണം തടുത്തിടാൻ ജിതശ്രമം പെട്ടെന്ന് തന്നെ ഭഗവാൻ ഇത് വരുണാസ്ത്രം കൊണ്ട് അതിനെ തടുത്തു. പിന്നെ കൗബേര അസ്ത്രം ഐന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്തത് കണ്ട് രാക്ഷസവീരൻ നൈർതം അസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാൻ രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യം അയച്ചതു ഐന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവം അയച്ചത് ഗൗഹ്യം അസ്ത്രം കൊണ്ട് ശാന്തമായത് കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ പാസുരമായ ദൈവാസ്ത്രം കൊണ്ട് തടുക്കയാൽ തീഷ്ണമാ ഐഷികാസ്ത്രമെയ്ത് അത് രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു 3 അമ്പു തന്നാൽ. തീഷ്ണമാ ഐഷികാസ്ത്രം എഴുതപ്പോൾ രഘുപതി ഭഗവാൻ ശ്രീരാമൻ വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു 3 അമ്പു തന്നാൽ 3 അമ്പ് കൊണ്ട് അതിനെ മുറിച്ച് കളഞ്ഞു. സാരഥി തന്നെ കൊന്നു, തുരകങ്ങളെ കൊന്നു, തേരും എപ്പേരും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ട് അതിക്രോധേന രഘുവരനോടടുത്തിടും നേരം അവൻ്റെ സാരഥിയെയും തുരകങ്ങളെയും തേരും എപ്പേരും പൊടിച്ചു കളഞ്ഞപ്പോൾ യാതുധാനാധിപതിയാകുന്ന ഈ രാക്ഷസൻ, യാതുധാനാധിപതി രാക്ഷസ ഇവൻ ശൂലവും കൈക്കൊണ്ട് ക്രോധേന അത്രമാത്രം ദേഷ്യത്തോടുകൂടി ഭഗവാൻ അടുക്കലേക്ക് വന്നു. ഇന്ദ്രദൈവത അസ്ത്രം അയച്ചോരളവ് ചെന്ന് ഇന്ദ്രാരി തല അറുത്തിടനാൻ ജഗന്നാഥൻ. ഇന്ദ്രദൈവത അസ്ത്രം അയച്ചോരളവ് ചെന്നെന്ത് ചെയ്തു? ഇവൻ്റെ ഇന്ദ്രൻ്റെ ശത്രു ആരാ? ഈ ദുഷ്ടൻ. അപ്പോൾ അവൻ്റെ തല അറുത്തിടൻ ജഗന്നാഥൻ, അവൻ്റെ തല എഴുതങ്ങ് പോയി കൊന്ന്.
വീണതു ലങ്കാ നഗരോ ഉത്തരദ്വാരേ തല തോണി പൊക്കിയതു വന്നു ബാണവും അത് നേരം. അവൻ്റെ തല എവിടെ പോയി വീണു? ഇന്ദ്രാരിയുടെ അത് ശത്രുവായിരിക്കുന്ന ഈ രാക്ഷസന്റെ തല അറുത്ത് വീണത് ലങ്കാ നഗരോ ഉത്തരദ്വാരേ. ലങ്കാ നഗരത്തിൻ്റെ ഉത്തരദ്വാരേ ചെന്ന് വീണു ഇവൻ്റെ തല. അത്ര ദൂരെ പോയിട്ട് ഈ ബാണം തിരിച്ചിങ്ങി വന്നു, ഭഗവാന്റെ അടുത്തേക്ക് വന്നു. തൂണിത് പൊക്കിയത് വന്നു ബാണവും അത് നേരം. കണ്ടു രാക്ഷസരെല്ലാവരും ആരുടെ തലയെന്ന്. ഇത് അവിടെ നിന്ന് രാക്ഷസന്മാരെല്ലാം നോക്കുമ്പോൾ ഇത് ആരുടെ തല ഇങ്ങനൊന്ന് വീണതെന്ന്, ഹരൻ്റെ ആണെന്നൊന്നും ആർക്കും അറിയില്ല. അതുമല്ല ഇതിൻ്റെ മാലയും കുണ്ടലവും കിരീടമൊക്കെ നേരത്തെ കളഞ്ഞില്ലയോ. വീണ്ടും വീണ്ടും ഓരോ തേരിൽ കയറുമല്ലയോ അവൻ ചെയ്തത്. അപ്പോൾ രാക്ഷസന്മാരെല്ലാം നോക്കുന്നത് ഇത് ആരുടെ തല ഇവത്ത് കിടക്കുന്നേ എന്നും പറഞ്ഞാൽ നോക്കി. എന്നിട്ട് കുണ്ടഭാവേന നിന്ന് സംശയം തുടങ്ങിനാൻ. ഒരിക്കലും ഇവൻ്റെ തല ആണെന്ന് ചിന്തിക്കുന്നില്ല. അത്ര ഘോരനായിട്ടുള്ള രാക്ഷസനല്ലേ, അതുകൊണ്ട് രാക്ഷസ രാജാവല്ലേ. അതുകൊണ്ട് കുണ്ടഭാവേന നിന്ന് എല്ലാവരും വിഷമിച്ച് സംശയം ഇത് ആരുടെ തല ഇത്രയും ഇങ്ങനെ വന്ന് വീണത്. കരദൂഷണ തൃശ്രാക്കളാം നിശാചരർ അവരും 14,000 മരിച്ചതു. ഈ ദൂഷണനും ഖരനും ദൂഷണനായ സേനാധിപതി ദൂഷണൻ, ഖരൻ ഈ ഭയങ്കര രാക്ഷസ രാജാവ്, അവനും ത്രിശിരാക്കൾ 3 തലയുള്ളവരും മറ്റുള്ള നിശാചരന്മാരെല്ലാവരും 14,000 മരിച്ചു. എങ്ങനെയാ? നാഴിക 3:45 കൊണ്ട് രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. 3:45 നാഴിക കൊണ്ട് 2.5 നാഴിക 1 മണിക്കൂർ. അപ്പോൾ 3:45 എന്ന് പറഞ്ഞാൽ അവിടെ 1.25 നാഴിക കൂടെ, കാരണം 2.5 അരയും 3:45, 2.5 അരയും 3, 3/4 അരയും 1.25. അപ്പം 1 മണിക്കൂറും 1.25 നാഴിക, ഏതാണ്ട് 1.5 മണിക്കൂർ. 3:45 നാഴിക എന്ന് പറഞ്ഞാൽ 2.5 നാഴിക 1 മണിക്കൂർ. അത് 3:45 2.5 പോയപ്പോൾ 1.25 നാഴിക, അപ്പം 1.5 മണിക്കൂറുണ്ട്. അതാണ് 3:45 നാഴിക കൊണ്ട് രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ. അപ്പോൾ ഭഗവാൻ ഈ 3:45 നാഴിക കൊണ്ട് ഈ ഇത്രയും 14,000 രാക്ഷസന്മാരെയും ഖരനെയും ദൂഷണനെയും ത്രിശിരാക്കളെയും എല്ലാം വകവരുത്തിയിട്ട് അപ്പോഴെന്ത് വന്നു? ആര് തറയിൽ വീണു? ഭഗിനി, ഈ രാവണൻ്റെ ഈ ശൂർപ്പണഖ. ഇത്രയും ആദ്യം 14 പേര് പോയപ്പോൾ 14,000 കൊന്നു, ഇപ്പോൾ 14,000 മക്കൾ ആങ്ങളവരെ മൊത്തവും നശിച്ചു. അപ്പോൾ അവള് ഭൂമിയിൽ വീണാണല്ലോ രാവണ ഭഗിനി. പിന്നെ നമുക്ക് പരാതിയില്ല, എല്ലാം തീർന്നല്ലോ. മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം. അത് നേരം അവർ 14,000 പേരും ആ ശരീരം, അവരുടെ രാക്ഷസന്മാരുടെ ശരീരം പോയപ്പോൾ അവർക്ക് എന്തായി വന്നു? ദിവ്യ വിഗ്രഹമായി, ദിവ്യ ശരീരം. ഈ നമ്മളെ ഈ ദേഹത്തിനെ നമുക്ക് വിഗ്രഹം എന്ന് പറയും. ഈ വിഗ്രഹാരാധന എന്നൊക്കെ ബൈബിളിലൊക്കെ കിടക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്താ? നമ്മുടെ ദേഹത്തെ സ്നേഹിക്കരുതെന്നാണ് അതിൽ പറയുന്നത്. അത് അറിയാത്തതുകൊണ്ട് അവരെല്ലാം ഇതിനെ നമ്മളൊക്കെ ചെയ്യുന്ന ഈ എന്താ പറയുക, ഭഗവാന്റെയൊക്കെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നതിനാണ് പറയുന്നത്. പക്ഷേ അറിവുള്ളവർ അതിനകത്ത് അത് ചിന്തിക്കുന്നത് എന്താണെന്നറിയുമോ? ശരീരത്തിനെ വിഗ്രഹം എന്ന് പറയുന്നത്. നമ്മളെ ഭ്രമമെല്ലാം ശരീരത്തിലേക്ക് പോകും. നല്ല കമ്മൽ, നല്ല മാല, നല്ല ഡ്രസ്സ് നമ്മുടെ ശരീരത്തിനെ ഇങ്ങ് മോഹിപ്പിച്ച് എല്ലാം ഇട്ടിട്ട് അണിയിച്ച് നമ്മളങ്ങ് സൗന്ദര്യമായിട്ടങ്ങ് നടക്കുന്ന തെറ്റല്ലേ? അപ്പോൾ ഈശ്വരനെ അറിയാൻ പറ്റുമോ? മോഹം ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹാരാധന പാടില്ല. അത് സ്വർണം എല്ലാം അതിനകത്ത് ഉൾപ്പെടും. സ്വർണവും ഈ ധനങ്ങൾ ഇതൊക്കെ വിഗ്രഹാരാധനയാണ്. എന്നുവെച്ചാൽ ഈ ലോകത്തിലുള്ള സർവ്വതും അതിനെ സ്നേഹിച്ചുകൂടാ. അത് യഥാർത്ഥത്തിൽ അത് നല്ല ഏതോ മഹാത്മാക്കൾ എഴുതിയ ഒരു ഗ്രന്ഥം. പക്ഷേ അതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ ഇത് അറിവില്ലാത്തവർ കേട്ടിട്ട് എന്ത് ചിന്തിക്കും? ഹിന്ദുക്കൾ കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹം ചൊല്ലി ആരാധിക്കുന്ന, അപ്പോൾ അവിടുത്തെ കുരിശും ഈ എല്ലാ പള്ളിയിലും ഭഗവാൻ ഈ യേശുദേവൻ്റെയൊക്കെ ഇത് വെച്ചേക്കുന്ന എന്താ? അപ്പോൾ അത് മനസ്സിലായിക്കോട്ടെ, ഇത് പറയുന്നത് തെറ്റാണെന്ന്. അറിയാത്തവർ വിഗ്രഹാരാധന പൂജിച്ച നേദ്യം ഇത് പ്രസാദം കഴിച്ചുകൂടാ, ഇതൊക്കെ പറയുന്നത് അതൊക്കെ അവർ വേറെ അതിനർത്ഥമുണ്ട്. അറിയാത്തവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും, അത്രേ ഉള്ളൂ. അത് തിരിച്ച് അതിനെ മാറ്റി എടുക്കുന്നത് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇതിനകത്ത് കണ്ടോ കിടക്കുന്നത് 14,000 ധരിച്ചാരല്ലോ. എന്താ ധരിച്ചത്? ദിവ്യ വിഗ്രഹം. ദിവ്യമാകുന്ന ശോഭയേറെ തേജസ്സോടുകൂടിയ ശരീരം വഹിച്ചു അവരെല്ലാവരും. വിഗ്രഹം വെച്ചാൽ ശരീരം, ദിവ്യ വിഗ്രഹം. അത് നേരം ജ്ഞാനവും ലഭിച്ചത് രാഘവൻ പക്കൽ നിന്ന്. അപ്പോൾ ഭഗവാൻ എടുക്കുക. അപ്പോൾ ഈ ദിവ്യ വിഗ്രഹമായപ്പോൾ ഭഗവാന് ചേരും. കാരണം ഭഗവാൻ ആരാ? ശ്രീരാമൻ പരമശിവൻ്റെ അവതാരമാണ്, പരമശിവൻ. അപ്പം ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പക്കൽ നിന്ന്, ഭഗവാന്റെ പക്കൽ നിന്ന്. നല്ല അറിവും ഈ നല്ല ദിവ്യമായിരിക്കുന്ന ആൾക്കാരായി രാക്ഷസന്മാരെല്ലാവരും. അവർക്ക് നല്ല അറിവും കിട്ടി, ഭഗവാൻ കൊടുത്തു. മാനസേ പുനരവരേവരും അതുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച് ആമോദം കൊണ്ട് കൂപ്പി സ്തുതിച്ചാർ പലതരം. അങ്ങനെ ഭഗവാനെ കൂപ്പി സ്തുതിച്ചവരെല്ലാവരും യുദ്ധം ചെയ്ത് ഇത്രയെല്ലാം ആയിട്ട് അവരൊക്കെയുള്ള ദേഹം മാറി നന്മ വന്നത്. കാരണം അങ്ങനെ ഒരു വിധി കടന്നു.
ഇത് ഈ രാക്ഷസന്മാർക്ക് ഭഗവാൻ അവതരിക്കുമ്പോൾ ശ്രീരാമനായിട്ട് വരുന്നത് പരമേശ്വരനാണ്. അപ്പോൾ ഇവർക്ക് യഥാർത്ഥമായ അവരുടെ ഈ രൂപം വരും. അപ്പം ഈ മോക്ഷം കിട്ടും. അതിന് വേണ്ടതാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ആമോദമുണ്ട്, സന്തോഷത്തോടു കൂടി ഭഗവാനെ കൂപ്പി സ്തുതിച്ചാൽ പലതരത്തിൽ അവർ പ്രാർത്ഥിക്കും. എന്താ? നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം. എൻ്റെ സമസ്ത പാപഹരം, എൻ്റെ സകല പാപത്തിനെ ഹരം എന്ന് വെച്ചാൽ ഹരിക്കുക, ഇല്ലാതാക്കുക. നമ്മൾ ഹരണവും ഗുണനവും എന്നൊക്കെ പറയില്ലേ, ഗുണനം കൂട്ടി പോവുക. ഈ കൂട്ടുന്നതിന് പകരമാണ് ഗുണനം കിടക്കുന്നത്. നമ്മൾ അതായത് താഴേക്ക് 2-1 പോയ 1 പറയുന്നത് പോലെ അതിന് എളുപ്പമാർഗം ഹരണം, ഹരിക്കുക, കുറയ്ക്കുക. താഴേക്ക് വലിയ വലിയ സംഖ്യ വരുമ്പോൾ നമുക്ക് എഴുതി കൂട്ടുന്നതിനൊക്കെ അല്ലല്ലോ കുറയ്ക്കണം. അപ്പോൾ പെട്ടെന്ന് ഹരിച്ച് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഇവിടെ പാപത്തെ ഹരണം ഹരിക്കുക, ഇല്ലാതാക്കുക. അതാണ് ഇതിൽ പറയുന്നത് സമസ്ത പാപഹരം. ആരാ പറയുന്നത്? ഇത്രയും ഈ ദിവ്യ ജ്ഞാനികളായി വന്നു ഇവരല്ല. ദിവ്യ ജ്ഞാനം എന്താ? ഭഗവാനെ കൊടുത്ത ജ്ഞാനവും അവർക്ക് നല്ല നല്ല തേജസ്സോടുകൂടി ദിവ്യ വിഗ്രഹവുമായി അവർ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്താ പറയുന്നത്? നമസ്തേ പാദാംബുജം, ഭഗവാന്റെ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്ത പാപഹരം. ഞങ്ങളുടെ പാപമെല്ലാം സമസ്തവും ഭഗവാനെ നശിപ്പിക്കണമേ, പാപങ്ങളെ മൊത്തവും തീർത്ത് കളയണമേ, ഹരിച്ചു കളയണമേ. സേവക അഭീഷ്ടപ്രദം. അത്രമാത്രം അവരെല്ലാം ഭഗവാനെ സേവിക്കുന്ന അഭീഷ്ടപ്രദം. ഭഗവാൻ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക്, സേവിക്കുന്നവർക്ക് അഭീഷ്ടങ്ങളെല്ലാം കൊടുക്കുന്ന ഭഗവാൻ അഭീഷ്ടപ്രദനാണ്. സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമചീർണം ചിത്തം ഭവതി രമാപതേ. ഭഗവാനിൽ എപ്പോഴും ലയിക്കുക, രമിക്കുക എന്ന് വെച്ചാൽ ലയിക്കുക. ഭഗവാൻ തന്നെ ഒന്നാവുക, ചേരുക, ഈശ്വരനായിട്ട് ഒന്നാകണം. ഭഗവാനെ രമാപതേ ചിത്തം, നമ്മുടെ മനസ്സ്, ഞങ്ങളുടെ മനസ്സ് പരമാത്മാവിൽ തന്നെ ലയിക്കണമേ, ചേരണമേ. രമാപതേ ജാനകിയുടെ ഭർത്താവേ, സീതാവല്ലഭ. അങ്ങനെയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർ ഇങ്ങനെ പ്രാർത്ഥിക്കും, നമുക്കും പ്രാർത്ഥിക്കണം. ഭഗവാനെ അങ്ങിൽ ഞങ്ങൾക്കും രമിക്കണം നാഥ. ശ്രീരമ ഭഗവാനെ രമാപതേ സീതാപതേ സീതാവല്ലഭ. ആ ഞങ്ങൾക്കും ഒരു ദിവ്യ വിഗ്രഹമാക്കി തരണമേ. നമ്മുടെ ദേഹത്തെ നല്ലൊരു ദിവ്യമാകുന്ന തേജസ്സോടെ ശോഭിക്കുന്ന പ്രഭയോടുകൂടിയ ഒരു ദേഹം ഒരു വിഗ്രഹമാക്കി തീർക്കണമേ. എന്നിട്ട് ഭഗവാൻ ഞങ്ങളിൽ വസിക്കണമേ, ഒന്നായി തീരണമേ, ലയിക്കണമേ. ആ ഭഗവാനുമായിട്ട് ലയിക്കണം. അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങളുടെ ചിത്തം, ഞങ്ങളുടെ മനസ്സ് അങ്ങിലെപ്പോഴും രമിക്കാൻ. സീതാവല്ലഭ, അതായത് രാധാവല്ലഭെന്നോ സീതാവല്ലഭെന്നോ രമാവല്ലഭോ എന്നൊക്കെ പറയാം. അതെല്ലാം ഭഗവാന്റെ വിളിക്കുന്നതാണ്. ശ്രീരാമനെയും കൃഷ്ണനെയും ഒക്കെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അതായത് രുക്മിണിയെന്നും രാധയെന്നൊക്കെ പറഞ്ഞെല്ലാം വല്ലഭ എന്നെല്ലാം ഭർത്താവേ എന്നാ. സീതാവല്ലഭ വെച്ചാൽ സീതയുടെ ഭർത്താവേ, രമാവല്ലഭ ഇതൊക്കെ പറഞ്ഞെല്ലാം അങ്ങനെ ദേവിയുടെ ഭർത്താവേ എന്നാ പറയുക. ഭൂമി വല്ലഭ എന്നും പറയും. ഭൂമി പതേ, ഭൂമിയുടെ നാഥനാണ്, രാജാവാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ഭർത്താവാണ്. അതുകൊണ്ടല്ലേ ഭൂമിദേവി ചെന്ന് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ഇവിടെ അവതരിച്ച് വന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.